നിൽക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ഭാഗ്യത്തിന് CPM-നെ സംബന്ധിച്ച് CPM നേതാക്കൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഭരണത്തിലില്ലാത്തത് ഭാഗ്യമായി, അല്ലെങ്കിൽ ഇതിൻ്റെ പാപഭാരം കൂടി ഞങ്ങൾ ചുമക്കേണ്ടി വന്നതെന്ന്. കാരണം ഈ ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിമാരുള്ളവർ എത്രത്തോളം കണ്ണൂരിലെ CPM നേതൃത്വത്തിന് അവരുടെ പ്രതിച്ഛായ മോശമാക്കി കഴിഞ്ഞിരുന്നു ഭരണത്തിലുണ്ടായിരുന്ന CPM ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഈ കേസ് എന്താണ്? ഈ കേസ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് കൊച്ചി റൂറൽ പോലീസ് ഓപ്പറേഷൻ സ്റ്റീൽ ബേഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. അതായത് ക്രിമിനൽ സംഘങ്ങൾ കൂട്ടുകൂടി വേറെ എന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തികളിലേക്ക് പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ആ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ വാദം. അങ്ങനെ അവരുടെ പരിശോധനയ്ക്കിടയിലാണ് ഈ അർജുൻ ആയങ്കിയെ കോതമംഗലം പോലീസ് SHO അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് 21 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം SHOയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളി നടത്തി. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് എടുക്കുന്നു. ആ കേസ് തൊട്ടടുത്ത സ്റ്റേഷനിലെ SHOയ്ക്ക് അന്വേഷണ ചുമതല നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വരെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു അർജുൻ ആയങ്കിയുടെ. അങ്ങനെ തള്ളിക്കളഞ്ഞ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാവേണ്ടതിനു പകരം പിന്നെയും വെല്ലുവിളിയുമായി സോഷ്യൽ മീഡിയ, ഇവരൊക്കെ എല്ലാം തികഞ്ഞവരും അവർ കെട്ടിപ്പൊക്കിയ ഒരു ലോകമുണ്ടല്ലോ, ഞങ്ങൾ എല്ലാത്തിൻ്റെയും തലപ്പത്തിലുള്ള അവർ സ്വയം എടുത്തണിഞ്ഞിരിക്കുന്ന കുറേ മേലങ്കികളുണ്ടല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും വെല്ലുവിളിക്കുന്ന പണി തുടരുക. അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ കൂടി ഭീഷണിപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ അതിനും വേറൊരു കേസ് വരിക. അപ്പോഴാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനം ഉയർന്നു വന്നു. പോലീസിന് ഇവരെയൊന്നും പിടിക്കാൻ കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കുന്നത് ഇവരൊക്കെ ആരാണ് എന്ന ചോദ്യം ഉയർന്നതോടുകൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുന്നു എന്ന് കണ്ടപ്പോൾ നടത്തുന്ന ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ പിടിക്കാനായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് മറ്റൊരർത്ഥത്തിൽ കാണേണ്ട, പോലീസ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പോലീസിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായ വഴികളിലൂടെ നേരിടാൻ കഴിയുമല്ലോ. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഹൈക്കോടതി വരെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷവും വെല്ലുവിളിയുമായി തുടരുകയാണ്. ഇതെന്ത് സംവിധാനമാണ് എന്ന് നമ്മൾ കുറേ ആലോചിക്കേണ്ടതുണ്ട്. ഇവർക്കൊക്കെ കുറേ ഫാൻ ബേസുമുണ്ട്. ഞാൻ തുറന്നു പറയാം, മാധ്യമപ്രവർത്തകരടക്കം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സംഘങ്ങളുടെ ഫാൻ ബേസായി നടക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പ്രതീതികൾ അത് പുതിയ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം ആണ് എന്നതടക്കം ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താനുള്ള, അവരെ കൈകാര്യം ചെയ്യാനുള്ള ദൗത്യമാണ് പോലീസ് നടത്തേണ്ടത്. അത് പോലീസിൻ്റെ ഈഗോ ഹട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല ഇത് എടുക്കേണ്ടത്. സ്വർണം പൊട്ടിക്കാൻ ഇറങ്ങുമ്പോൾ അത്തരം കേസുകളിൽ തുടക്കത്തിൽ തന്നെ കർശനമായ നടപടികളിലേക്ക് പോയിരുന്നെങ്കിൽ ഇത്തരം സംഘങ്ങളുടെ വളർച്ച ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവരെയൊക്കെ സഹായിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ പോലീസിലെ തന്നെ സംഘങ്ങളുമൊക്കെ തന്നെയാണ് ഇത്തരക്കാരുടെ വളർച്ചയ്ക്കുള്ള ഒന്നാമത്തെയും അവസാനത്തെയും ഉത്തരവാദികൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ശരി.